എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാം. You can hear God's voice today. Hallelujah. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 2 കൊരിന്ത്യർ 10:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിലും ജഡത്തെ അനുസരിച്ച് പോരാടുന്നില്ല. ഞങ്ങളുടെ പോരാട്ടമുള്ളത് ആയുധങ്ങൾ ജഡീകമല്ല, പിന്നെയോ കോട്ടകളെ നശിപ്പിക്കുവാൻ തക്ക ദൈവശക്തി ഉള്ളത് തന്നെ. ദൈവപരിജ്ഞാനത്തിനെതിരെയായി ഉയർന്നിരിക്കുന്ന എല്ലാ വാദമുഖങ്ങളും എല്ലാ പ്രതിബിംബങ്ങളും ഞങ്ങൾ നശിപ്പിച്ചു കളയുകയും ഏതു ചിന്തയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി കീഴടക്കുകയും ചെയ്യും. ഇതിനകത്ത് വേദപുസ്തകത്തിനകത്ത് 2 കൊരിന്ത്യർ 10:3 പറഞ്ഞു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിലും ജഡത്തെ അനുസരിച്ച് പോരാടുന്നില്ല. ഞങ്ങൾ ജഡത്തിൽ ആയിരിക്കുന്നു. ഇവിടെ നമ്മൾ ജീവിക്കുന്നെങ്കിലും എഫീസ്യ ലേഖനം 2:6 പറയുന്നു, ഞങ്ങൾ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആത്മാവിൽ ക്രിസ്തുവിന്റെ കൂടെ അവന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു, അവന്റെ കൂടെ. ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ ആത്മാവിൽ ഇരിക്കുന്നു, സ്പിരിറ്റിൽ ഇരിക്കുന്നു. ആത്മാവിൽ ആണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്, സ്പിരിറ്റിൽ. അപ്പോൾ ആത്മാവിൽ യുദ്ധം ചെയ്യുമ്പോൾ ജഡത്തിൽ ഈ മനുഷ്യന് ഇവിടെ സഞ്ചരിക്കുന്നതിലും ഇവിടെ ആയിരിക്കുന്നെങ്കിലും ഇവിടെ നമുക്ക് ജഡത്തിൽ യുദ്ധം ചെയ്യുവാൻ ഒക്കത്തില്ല. ആത്മാവിലാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ജഡത്തിൽ യുദ്ധം ചെയ്താൽ തോറ്റുപോകും. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിലും ജഡത്തെ അനുസരിച്ച് പോരാടുന്നില്ല. അപ്പൊ ജഡത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ആ ജഡത്തിൽ ജീവിക്കുമ്പോൾ, ഈ ശരീരത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്കെതിരെ വരുന്ന ജഡത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരാറുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ. ഇതിനെ ജയിക്കണമെങ്കിൽ ആത്മാവിൽ പോരാടണം. ആ ദൈവത്തിന്റെ ആത്മാവിനാൽ ഉള്ള പോരാട്ടമുണ്ട്. ആത്മാവിൽ ഇറങ്ങി പ്രാർത്ഥിക്കണം, ആത്മാവിൽ ആരാധിക്കണം. തിരുവചനം ആത്മാവും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ ആത്മീയമായുള്ള ഫൈറ്റിങ്ങിനെ ജയിക്കുവാൻ പറ്റും. വേദപുസ്തകം പറയുന്നു, പിന്നെയോ കോട്ടകളെ തകർക്കുവാൻ തക്കവണ്ണമുള്ള ദൈവശക്തി ഉള്ളത് തന്നെ. ക്രിസ്തുവിന്റെ കൂടെ വസിക്കും തോറും ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കും തോറും ക്രിസ്തുവിന്റെ കൂടെ ഇരിക്കും തോറും എഫെസ്യ ലേഖനം 2:6 പറയുന്ന പോലെ യേശുവിന്റെ കൂടെ ആത്മാവിലിരുന്ന് ദൈവശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. ആ ദൈവശക്തി, ആ ദൈവത്തിന്റെ ആത്മബലം നമ്മൾ കോട്ടകളെ, പിശാചിന്റെ കോട്ടകളെ തകർക്കാൻ തക്കവണ്ണമുള്ള ദൈവശക്തി നമ്മുടെ അകത്ത് ദൈവം തന്നു. അപ്പോൾ ദൈവശക്തി എങ്ങനെ പുറപ്പെടുന്നത്? ആത്മാവിൽ പോരാടുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ ആരാധിക്കുമ്പോൾ, ആത്മാവിൽ നമ്മൾ ജാഗരിക്കുമ്പോൾ. ഹല്ലേലൂയ. ആത്മാവിലാണ് നമ്മൾ പോരാടുന്നത്, ആത്മാവിലാണ് സ്തോത്രം മുന്നേറുന്നത്. സ്പിരിറ്റിലാണ്, ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ ജയക്കോട്ടകൾ തകർത്തു കളയും. പൈശാചികമായ കോട്ടകളെ നമ്മൾ തകർത്തു കളയും. പിന്നെയും തിരുവചനം 5, ദൈവ പരിജ്ഞാനത്തിനെതിരെയായി ഉയരുന്ന എല്ലാ വാദമുഖങ്ങളും എല്ലാ പ്രതിബിംബങ്ങളെയും ഞങ്ങൾ നശിപ്പിച്ചു കളയും, ഏത് ചിന്തയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി കീഴടക്കുകയും ചെയ്യും. ഒബീഡിയൻസ് ബ്രിങ്സ് ബ്ലെസ്സിങ്സ്. അപ്പോൾ ഒബീഡിയൻസ്, അനുസരണം ദൈവത്തിന്റെ കരത്തിൽ കൂടാണ് നമുക്ക് പ്രാപിച്ചെടുക്കാൻ പറ്റുന്നത്. അനുസരിക്കുമെങ്കിൽ സ്തോത്രം നമ്മുടെ ജഡത്തെ ആത്മാവിൽ അനുസരിപ്പിക്കുക എന്നുള്ളതാണ്. ആത്മാവിന്റെ ഫലത്തിൽ, ഗലത്യ ലേഖനം 5 ആത്മാവിന്റെ ഫലത്തിലുള്ളതാണ് ഈ വിജയം. പല കാര്യങ്ങളിലും നമുക്ക് കൺട്രോൾ തരുന്നത്, ജഡത്തിലുള്ള ചിലതിനെ കൺട്രോൾ ചെയ്യുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങളിലാണ്. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലത്താൽ, സ്പിരിറ്റിലുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങളാൽ നമ്മൾ അതിനകത്തുള്ള ഇന്ദ്രജയത്താൽ ചിലതിനെ കൺട്രോൾ ചെയ്യുന്നു. ദൈവത്തിന്റെ അനുസരണയ്ക്കായി, ദൈവത്തിന്റെ ഒബീഡിയൻസിനായി നമ്മുടെ ചിന്തയെ ഒരുക്കി വെക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ചിന്തയെ ജഡീകമായി കൊടുക്കാതെ നമ്മുടെ ചിന്തയെ ദൈവ അനുസരണത്തിനായി ഒരുക്കി വെക്കുന്നു.
ഇന്ന് നമ്മുടെ ചിന്തകളും നമ്മുടെ ആമേൻ സ്തോത്രം മുന്നിലോട്ടുള്ള പ്രാർത്ഥനകളും എല്ലാം സ്പിരിറ്റിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ആത്മാവിൽ ജാഗരിക്കുകയും ആത്മാവിൽ ചിന്തിക്കുകയും ആത്മാവിന്റെ അനുസരണത്തിനായി. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.